Welcome dear children. Today we are going to discuss the question and answers in the 10th standard social science first, the chapter World in the 20th Century. After seeing the video, everyone write it down on a note and study well. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ചാപ്റ്റർ ആയിട്ടുള്ള ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെ കുറിച്ചാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ടിൽ പകർത്തി എഴുതുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is mean by imperialism? What is mean by imperialism? സാമ്രാജ്യത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ: the distinctive phase of flow of finance capital to colonies is known as imperialism. The distinctive phase of flow of finance capital to colonies is known as imperialism. അതായത് കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ കാലഘട്ടത്തെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. Question number 2. What are the factors that led to the aggressive nationalism? What are the factors that led to the aggressive nationalism? അതായത് അക്രമോത്സുക ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ ഏവ? അക്രമോത്സുക ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ ഏവ? Answer: the first point, exploitation of the foreign powers. വിദേശ ശക്തികളുടെ ചൂഷണം. Then second point, supremacy of nations. പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കൽ. Then third point, development of imperialism. സാമ്രാജ്യത്വ വികസനം. Question number 3. Paris Peace Conference led to the outbreak of the Second World War. Why? പാരീസ് സമാധാന സമ്മേളനം രണ്ടാം ലോക യുദ്ധത്തിന് പശ്ചാത്തലമൊരുക്കി എന്തുകൊണ്ട്? ആൻസർ: ഫസ്റ്റ് പോയിന്റ്, among these treaties the Versailles Treaty signed with Germany in 1919 was the most important one. അതായത് 1919 ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായ് സന്ധി പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് പോയിന്റ്, German colonies were divided among the victorious powers. ജർമ്മനിയുടെ കോളനികൾ മുഴുവനും സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. Then third point, Germany was forced to pay a huge amount as war indemnity. യുദ്ധനഷ്ടപരിഹാരമായിട്ട് വൻ തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. Fourth point, war guilt was imposed on Germany and was disarmed. These all led to the outbreak of Second World War. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇവയെല്ലാം തന്നെ രണ്ടാം ലോക യുദ്ധത്തിന് വഴിയൊരുക്കി. Question number 4. Write down the factors that induced the colonial masters to invest capital in the colonies. കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏവ? ഫസ്റ്റ് പോയിന്റ്, ചീപ്പ് ലേബർ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. Then second point, availability of raw materials, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. Then third point, low cost for selling goods, ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള കുറഞ്ഞ ചെലവ്. Question number 5. What do you mean by aggressive nationalism? What do you mean by aggressive nationalism? Give example. തീവ്ര ദേശീയത എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. Answer: the European nations used nationalism to invade other countries. This is known as aggressive nationalism. മറ്റ് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും കീഴടക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതാണ് തീവ്ര ദേശീയത. എക്സാമ്പിൾ: പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവയാണ് ഉദാഹരണങ്ങൾ. Then sixth question, the secret troop of Hitler. ഹിറ്റ്ലറിന്റെ രഹസ്യ സംഘടന ഏതാണ്? ആൻസർ: ഗെസ്റ്റപ്പോ. Question number 7. What are the cause of First World War? What are the cause of First World War?
ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ ഏവ. അതായത് 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ ഏവ. ഫസ്റ്റ് പോയിന്റ്, the competition for colonies between European nations led to the conflict among them and caused mutual distrust and enmity. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരം പരസ്പര വിദ്വേഷവും പകയും ശത്രുതയും വളർത്തി. Then second point, as a part of aggressive nationalism, pan-Slav, pan-German revenge movements were formed. അക്രമോത്സുക ദേശീയതയുടെ ഫലമായി പാൻ-സ്ലാവ്, പാൻ-ജർമ്മൻ പ്രതികാര പ്രസ്ഥാനം എന്നിവ നിലവിൽ വന്നു. തേർഡ് പോയിന്റ്, മൊറോക്കൻ ക്രൈസിസ്. മൊറോക്കൻ ക്രൈസിസ്. A secret treaty was signed between Britain and France, and Britain recognized the claim of France over Morocco, but Germany opposed this, and France agreed to transfer a part of French Congo to Germany. അതായത് മൊറോക്കൻ പ്രതിസന്ധി. ബ്രിട്ടൻ ഫ്രാൻസ് തമ്മിലുള്ള രഹസ്യ സന്ധി അനുസരിച്ച് മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. തുടർന്ന് ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഫ്രാൻസ് പ്രശ്നം പരിഹരിച്ചു. ഫോർത്ത് പോയിന്റ്, ബാൾക്കൻ ക്രൈസിസ്. ബാൾക്കൻ ക്രൈസിസ്. When the Austria laid claim over Balkan region with the support of Germany, Serbia claimed this region with the support of Russia. അതായത് ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. ഇത് ബാൾക്കൻ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. Then fifth point, formation of military alliances. Formation of military alliances. The Triple Alliance and Triple Entente are the two military alliances. Triple Alliance includes Germany, Austria-Hungary and Italy, and Triple Entente includes England, France and Russia. അതായത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്നിവ രണ്ടു തരം സൈനിക സഖ്യങ്ങളായിരുന്നു. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് ജർമ്മനി, ആസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി. അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയായിരുന്നു. സിക്സ്ത് പോയിന്റ്, a Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to the throne of Austria at the Bosnian capital. Austria declared war on Serbia on 28 July 1940. അതായത് ആസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയയുടെ തലസ്ഥാനമായിട്ടുള്ള സരാജോയിൽ വെച്ചിട്ട് സെർബിയൻ യുവാവായിട്ടുള്ള ഗാവ്രിലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. ആസ്ട്രിയ സെർബിയക്കുമേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിക്കുന്നതോടെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ ഏവ? The first point, over 10 million people lost their lives or were injured in the war. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. Then second point, economic dominance of European diminished. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. Then third point, poverty, unemployment and inflation increased. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. Fourth point, liberation movements in Asia and Africa strengthened. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. Then fifth point, agriculture, industry and communication system were destroyed. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. Then last point, sixth point, the League of Nations was formed. സർവ്വരാജ്യ സഖ്യം രൂപീകൃതമായി. Question number 9. The USA was not affected by the hazards of the First World War. Explain. ഒന്നാം ലോക യുദ്ധക്കെടുതികൾ അമേരിക്കയെ ബാധിച്ചില്ല. വിശദമാക്കുക. Answer. The first point, the war not fought on American soil. The war not fought on American soil. അമേരിക്കൻ മണ്ണിൽ യുദ്ധം നടന്നിട്ടേയില്ല. Then second point, European get loans from USA. യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും ലോൺ എടുക്കേണ്ടി വന്നു. Then third point, American dollar became the basis of the foreign exchange.
ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം അമേരിക്കൻ ഡോളറായി മാറി. Question number 10. Explain the causes of Second World War. Explain the causes of Second World War. രണ്ടാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദമാക്കുക. The first point, military alliances. Military alliances. Axis powers and allied powers are two military alliances. Axis powers include Germany, Italy, Japan, and allied powers include England, France, and China. സൈനിക സഖ്യങ്ങൾ, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ എന്നിങ്ങനെ രണ്ടു തരം സൈനിക സഖ്യശക്തികൾ ഉണ്ടായി. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്നു. സഖ്യശക്തികളിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവ ഉൾപ്പെടുന്നു. സെക്കൻഡ് പോയിന്റ്, ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയം. തേർഡ് പോയിന്റ്, എമർജൻസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. Emergence of fascism and Nazism. Fascism in Italy under the leadership of Mussolini, Benito Mussolini. Nazism in Germany under the leadership of Adolf Hitler. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ച. മുസോളിനിയുടെ കീഴിൽ ഫാസിസം ഇറ്റലിയിലും ഹിറ്റ്ലറുടെ കീഴിൽ നാസിസം ജർമ്മനിയിലും വളർന്നു വന്നു. Then fourth point, Versailles Treaty, Treaty of Versailles. Germany felt humiliated when the Treaty of Versailles was imposed them after the First World War. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായ വേഴ്സായ് സന്ധി ജർമ്മനിയെ അപമാനിതരാക്കി. Question number 11. What are the results of Second World War? What are the results of Second World War? രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ ഏവ? The first point, over 10 million people died. ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. Then second point, economic system of European countries was destroyed. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു. Then third point, European dominance in world diminished. യൂറോപ്പിന്റെ ലോകാധിപത്യം ഇല്ലാതായി. Then fourth point, freedom movements in Asia and Africa strengthened. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി വർദ്ധിച്ചു. Then fifth point, America and Soviet Union emerged as a global powers. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറ്റപ്പെട്ടു, ലോക മഹാശക്തികളായിട്ട് മാറ്റപ്പെട്ടു. Then sixth point, last point, the UNO was formed. അതായത് ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നു, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു. UNO, United Nations Organization was formed. Question number 12. Write down the strategies adopted by America to the center of unipolar world. ഏകധ്രുവ ലോകത്തിന്റെ കേന്ദ്രമായി മാറാൻ അമേരിക്ക ആവിഷ്കരിച്ച തന്ത്രങ്ങൾ ഏതൊക്കെയാണ് വിശദമാക്കുക. ഫസ്റ്റ് പോയിന്റ്, യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡഡ് ഫൈനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദ വേൾഡ്. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകി. സെക്കൻഡ് പോയിന്റ്, എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. Then third point, media were used to promote Americans' vested interests. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. Question number 13. Political circumstances that resulted in Palestine-Israel conflict. Explain. Palestine-Israel പ്രശ്നം വിശദീകരിക്കുക. The first point, in 1948, Israel was formed. Many war broke out between Israel and the Arab nations. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. Then second point, Israel seized Palestine. ഇസ്രായേൽ പലസ്തീനെ കൈവശപ്പെടുത്തുന്നു. Then third point, the Palestine refugees migrated to various Arab nations. പലസ്തീൻ ജനത ജന്മനാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയും അവർ അറേബ്യൻ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. Fourth point, with on objective of establishing a nation for the Palestinian, a movement called Palestine Liberation Organization was founded with Yasser Arafat as the president. പലസ്തീൻ വിമോചന സംഘടനയുടെ കീഴിൽ യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ തുടരുകയും സ്വതന്ത്ര രാഷ്ട്രമായി മാറാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. Then question number 14, a military force formed by Mussolini. മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം ഏത്? ബ്ലാക്ക് ഷർട്ട്സ്
കരിങ്കുപ്പായക്കാർ. Question number 15. Evaluate the disintegration of the Soviet Union. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കിടയാക്കിയ സാഹചര്യം വിലയിരുത്തുക. The first point, deviation from the basic principles of socialism. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ചത്. Then second point, over importance of defense. പ്രതിരോധത്തിന് അമിതമായിട്ട് പ്രാധാന്യം നൽകിയത്. Then third point, regulations on freedom of expression and opinion. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. Fourth point, corruption and inefficiency of the bureaucracy. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും. Then fifth point, the administrative reforms of Mikhail Gorbachev. മിഖായൽ ഗോർബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങൾ. Question number 16, the chairman of Palestine Liberation Organization. പലസ്തീൻ വിമോചന സംഘടനയുടെ ആദ്യ ചെയർമാൻ ആരാണ്? യാസർ അറാഫത്ത്. Question number 17, explain the circumstances led to the formation of non-aligned movement. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമാക്കുക. The first point, following the Second World War, many Asian, African and Latin American countries became independent. രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി. Second point, the independent countries decided not to join any of the blocs and formed the non-aligned movement. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ശാക്തിക ചേരി രാജ്യങ്ങളിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെയാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. Then third point, they understood that the rise of superpowers for weapons and a stronger military force would pose harm to them. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് നവസ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഭയപ്പെട്ടു. Fourth point, realizing that only world science, war and conflicts accelerates economic and social development. സമാധാന ലോകത്തിന് മാത്രമേ സാമ്പത്തിക സാമൂഹ്യ മുന്നേറ്റം സാധ്യമാവൂ എന്ന് തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. Question number 18, explain how globalization adversely affected the developing countries. ആഗോളവൽക്കരണം വികസന രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ദോഷകരമായി ബാധിച്ചത്? The first point, the intervention of multinational companies challenged the concept of nation state. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി മാറി. Then second point, led to the destruction of indigenous culture. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. Then third point, price of agricultural products plunged. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. Fourth point, public sector undertaking were destroyed. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു. Then fifth point, government withdrew from social service sectors. സാമൂഹ്യ സേവന മേഖലകളിൽ നിന്നും സർക്കാരുകൾ പിന്മാറി. Then sixth point, natural resources were looted. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. Question number 19, what is liberalization? ഉദാരവൽക്കരണം എന്നാൽ എന്ത്? Answer, adoption of liberal regulations to facilitate the import of multinational products and capitals. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, മൂലധനം എന്നിവ നിയന്ത്രണമില്ലാതെ കടന്നുവരാനായി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. ഇതാണ് ഉദാരവൽക്കരണം. Question number 20, what is privatization? സ്വകാര്യവൽക്കരണം എന്നാൽ എന്ത്? Answer, privatization of public sector institutions to promote private sector. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. Then question number 21, what is globalization? ആഗോളവൽക്കരണം എന്നാൽ എന്ത്? Trans-border flow of products, raw materials, capital, latest technology and human resources all over the world. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ എന്നിവ ലോകം മുഴുവൻ വ്യാപിച്ചതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. Question number 22, write any 3 aims of UNO, United Nations Organization. ഐക്യരാഷ്ട്ര സംഘടനയുടെ 3 ലക്ഷ്യങ്ങൾ ഏവ?
Answer, the first point, to save the succeeding generations from the scourge of war. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക. Then second point, to protect international treaties and laws. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. Then third point, to foster social and economic development of countries. രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തെ വളർത്തുക. Then question number 23, the non-aligned movement meeting held in. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് സാക്ഷ്യം വഹിച്ച മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ആൻസർ, ബാന്തൂം ഇൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ബാന്തൂം. Question number 24, agencies devising and executing policies in favor of globalization. ആഗോളവൽക്കരണത്തെ ത്വരിതപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടനകൾ ഏവ? ഫസ്റ്റ് പോയിന്റ്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. സെക്കൻഡ് പോയിന്റ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ആൻഡ് തേർഡ് പോയിന്റ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയ നിധി. Then question number 25, what is Cold War? ശീതയുദ്ധം എന്താണ്? Answer, the ideological conflict and diplomatic confrontation between the capitalist and socialist bloc was called the Cold War. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരമായ സംഘർഷമാണ് ശീതയുദ്ധം. Question number 26, leaders and nations for non-aligned movement. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും രാജ്യവും പട്ടിക മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ്, നെഹ്റു, രാജ്യം ഇന്ത്യ. Then second point, Gamal Abdel Nasser. Then nation, Egypt ആണ് Gamal Abdel Nasserന്റെ nation. Then third point, Marshal Tito, Yugoslavia. Then Ahmad Sukarno, Indonesia. Question number 27, national movement leaders and nations. ദേശീയ പ്രസ്ഥാന നേതാക്കളും അവരുടെ രാജ്യങ്ങളും പട്ടിക മനസ്സിലാക്കുക. The first point, ഗാന്ധിജി ഇന്ത്യ. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്ക. ക്വാമി ആൻഡ് ക്രൂമ ഖാനയാണ്. Then fourth point, Jomo Kenyatta, Kenya. Question number 28, write any 3 impacts of economic depression in 1929. 1929 ലോക സാമ്പത്തിക തകർച്ചയുടെ 3 ഫലങ്ങൾ എഴുതുക. The first point, people became pauper because of the war couldn't afford the commodities. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. Then second point, goods were kept unsold in factories. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറിയിൽ കെട്ടിക്കിടന്നു. Then third point, European nations failed to repay their debts to the USA. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. Question number 29, understand the statements given in the table. പട്ടികയിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ മനസ്സിലാക്കുക. The first point, Adolf Hitler, Gestapo. The Treaty of Versailles സന്ധി, World War I, ഒന്നാം ലോകമഹായുദ്ധം. Then third point, disintegration of USSR, Mikhail Gorbachev. Disintegration of USSR പതനം, Mikhail Gorbachev. Benito Mussolini, Italy. Then question number 30, UNO came into existence in the year. UNO നിലവിൽ വന്ന വർഷം 1945 October 24th. 1945 October 24. Today's class over. Thank you.